നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ അവരങ്ങനെയൊക്കെ പറയും. കൂട്ടിക്കൊണ്ടു പോയാലും പിടിച്ചോണ്ട് പോയാലും അറസ്റ്റ് തന്നെ. സ്റ്റേഷനിൽ ചെല്ലുമ്പോ പോലീസുകാർ അവരുടെ തനി സ്വഭാവം കാണിക്കും. അച്ഛാ, എന്താ മോളെ? അച്ഛാ, പോലീസ്. അർച്ചന എവിടെ? അകത്തുണ്ട്. എന്താ സാർ കാര്യം? അത് അർച്ചന ഇന്നലെ ഒരു ഓർഫനേജിൽ പോയി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അവൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ സാർ? അവര് ഒരു പരാതി തന്നിട്ടുണ്ട്. അർച്ചനയുടെ മൊഴി എടുക്കണം. സർ, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾ വളരെ പൊസസീവായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. വിദേശത്ത് താമസിക്കുന്ന ഒരു ദമ്പതികൾക്ക് ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ ഒരു പ്ലാനുണ്ട്. ഇത്രയും ദിവസം അർച്ചനയുടെ കയ്യിലായിരുന്നല്ലോ ആ കുട്ടി ഉണ്ടായിരുന്നത്. അതിന്റെ ചില ക്ലാരിഫിക്കേഷൻസ് അർച്ചനയിൽ നിന്ന് ഞങ്ങൾക്ക് വേണം. അതിന് അർച്ചനയെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. എന്ന് പറഞ്ഞാൽ അവളെ അറസ്റ്റ് ചെയ്യാണെന്നാണോ? ഏയ് അല്ല, അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറ്റമൊന്നും അർച്ചന ചെയ്തിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞിനെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ അറിയാവുന്നത് അർച്ചനയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് അർച്ചനയോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ACP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മോളെ ചെല്ല്. പോലീസുകാര് ഇനിയും ചേച്ചി കൊണ്ടുപോവോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ പോലീസുകാർ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നത്? പോലീസുകാർ കൊണ്ടുപോയി തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ. ഞാൻ സംസാരിച്ചോളാം അവരോട്. അപ്പൊ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തിനാ സാർ എന്റെ മൊഴി എടുക്കുന്നത്? അതൊക്കെ ഇന്നലെ ഓർഫനേജിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ആ കുട്ടി എങ്ങനെ കിട്ടി? അത് നേരത്തെ ഞാൻ പോലീസിനോട് പറഞ്ഞതാണല്ലോ. അത് വേറെ കാര്യം. ഇതിപ്പോ നിങ്ങളുടെ മൊഴിയെടുക്കാൻ ACP പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഒരു ഫാമിലി അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പേടിക്കണ്ട, ഇതൊരു അറസ്റ്റൊന്നുമല്ല. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ, ഞാൻ പറയാം. അതിവിടെ വെച്ചല്ല, അങ്ങ് പോലീസ് സ്റ്റേഷനിൽ വെച്ച്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. മൊഴിയെടുക്കുന്നത് ഇവിടെ വെച്ചും ആകാമല്ലോ സാർ. അത് പറ്റില്ല. ACPയുടെ മുന്നിൽ തന്നെ നേരിട്ട് ഹാജരാവാനാണ് ഉത്തരവ്. ഞങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. പക്ഷേ ACP പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ആ കുട്ടിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ഞങ്ങൾ തന്നെ നിങ്ങളെ തിരിച്ചുകൊണ്ടുവിടാം. എനിക്കറിയേണ്ടതൊക്കെ ഞാൻ പറയാം. പക്ഷേ എനിക്കെന്റെ ഹസ്ബൻഡിനെ വിളിച്ചൊന്ന് സംസാരിക്കണം. ഓക്കെ, കുട്ടി സംസാരിച്ചോളൂ. അച്ഛാ, ആ ഫോണും തരും. ഹലോ അർച്ചന. സച്ചേട്ടാ, ഇവിടെ പോലീസ് വന്നിട്ടുണ്ട്. അവരെന്നെ വിളിച്ചായിരുന്നു.
സച്ചി എന്തു പറഞ്ഞു മോളെ? അച്ഛൻ പേടിക്കണ്ട, ഞാൻ പോയിട്ട് ഉടനെ വരാം. പോവാം സർ. വരൂ. നീ പേടിക്കണ്ട, ഇവരെന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോകല്ല. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്തായാലും ഇവള് കാരണം ഈ വീടിന് നല്ല പേരായി. ഹോ, ഇടയ്ക്ക് പോലീസുകാര് ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അച്ഛൻ അവളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടി, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടി വരും. മൊഴിയെടുക്കാനെന്നല്ലേ പോലീസുകാർ പറഞ്ഞുള്ളൂ, അല്ലാതെ അറസ്റ്റ് ചെയ്യുമെന്നൊന്നും അല്ലല്ലോ. അവര് തന്നെ തിരിച്ചു കൊണ്ടുവിടാന്നും പറഞ്ഞില്ലേ? വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ അവരങ്ങനെയൊക്കെ പറയും. കൂട്ടിക്കൊണ്ടുപോയാലും പിടിച്ചോണ്ട് പോയാലും അറസ്റ്റ് തന്നെയാ. സ്റ്റേഷനിൽ ചെല്ലുമ്പോ പോലീസുകാർ അവരുടെ തനി സ്വഭാവം കാണിക്കും. ഇത് അറസ്റ്റ് ചെയ്താണെന്നുള്ളത് ഉറപ്പാ. അച്ഛാ, അച്ഛനൊന്ന് നിന്നേ. എന്റെ കാര്യത്തിൽ എല്ലാവർക്കും വലിയ നാണക്കേടായിരുന്നല്ലോ. ഇതിലാർക്കും ഒരു നാണക്കേടും ഇല്ലേ അച്ഛാ? എന്തായാലും ഈ വീടിന് നല്ല സൽപ്പേരാ അച്ഛന്റെ മരുമകൾ ഉണ്ടാക്കി തന്നെ. കഷ്ടം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.